ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ക്രിസ്മസൊക്കെ ആയിട്ട് എന്താണ് പരിപാടികളൊക്കെ? ഞാനിവിടെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളിന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, ക്രിസ്മസിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആണ് ഇത്. ദുബായിലുള്ള അൽസീഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റാണ്. ഇവിടെ കാണാൻ നല്ല രസമാണ്. നമ്മൾ രാത്രി ഇവിടെ ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സമയം ഡിസംബർ പകുതി ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല രസമായിട്ട്, വെതർ നല്ല രസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, സാന്റയുടെ കുഞ്ഞ് വീട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് സാന്റയ്ക്ക് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ഇതൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, അങ്ങനെ ചെയറൊക്കെ ഇട്ടിട്ടില്ലേ, അവിടെ പിള്ളേർ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് വരയ്ക്കുക, സാന്റയ്ക്ക് ലെറ്റർ എഴുതുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റുകയൊക്കെ ചെയ്യുവേ. പിന്നെ കുറേ ഇങ്ങനത്തെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നമുക്കിവിടെ വേറെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാന്റയുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് ട്രീ ലൈറ്റപ്പ് ചെയ്യുന്നൊരു ഈവൻ്റ് ഉണ്ടായിരുന്നു. അത് രാത്രി 8 മണിയായപ്പോൾ ക്രിസ്മസ് ട്രീ ലൈറ്റ് കത്തിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഈവൻറ്റ്സ് ഉണ്ട്. ദുബായിലിവിടെ അൽസീഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നാൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. വന്ന് കാണാത്തവർ വന്ന് കണ്ടോളൂ. പക്ഷെ ഇപ്പം കരോള് ക്രിസ്മസ് പപ്പ ഒന്നും അവിടെ ഇല്ല. അത് ആ ഒരു 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ പരിപാടി ഇല്ല, അതൊക്കെ മാറ്റിയവർ. പിന്നെ ഇതാണ് വലിയ ക്രിസ്മസ് ട്രീ. നമുക്ക് ദൂരേന്നേ കാണാൻ പറ്റുമേ. ഇപ്പോൾ ബുർജ്മാൻ്റെ മറ്റേ എന്താ പറയുക, മെട്രോ എക്സിറ്റിൻ്റെ ആ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും ഈ സംഭവം. അത്രയും വലുതാണ് ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റേ പുഴ പോലെയാണല്ലോ, കാണാൻ നല്ല രസമാണ്. വൈകുന്നേരത്തെ ആ കാറ്റും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു വാക്കിന് പോകാനായിട്ടുള്ള ബെസ്റ്റ് ഒരു സ്പോട്ടാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, സാന്റയുടെ ഗ്രോട്ടയിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അതൊരു ദിവസം എന്തോ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. ഞങ്ങൾ പോയി അന്ന് ഉണ്ടായിരുന്നു അവിടെ സാന്റയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാന്റയും പിന്നെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്തിട്ട് നല്ല രസമായിരുന്നു. നമ്മളവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇങ്ങനെ എല്ലാവരും ആൾക്കാർ ഫ്രീ ആയിരുന്നു. അതിന് പൈസയൊന്നുമില്ല സംഭവം. നല്ല രസമുണ്ടായിരുന്നു. അതൊരു ഫൺ ഈവൻ്റ് ആയിരുന്നു. ഗ്രോട്ടോ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് സാന്റയുടെ വീട് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ഞാനും ചേട്ടനും കൂടി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അത്. ഞങ്ങൾ പോയി ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ ക്രിസ്മസിൻ്റെ ആ ഒരു ഫീല് കിട്ടി കുറച്ച് നേരം. ഇനി ക്രിസ്മസിൻ്റെ അന്ന് പുറത്ത് പോകുമ്പോൾ വല്ല ഫയർ വർക്ക്സ് ലൈറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ പറ്റുകയാണെങ്കിൽ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണേ. ബൈ.